അപകർഷതാബോധം. അപകർഷതാബോധം നമുക്ക് അറിയാലോ അല്ലെ. സ്വയം ഉള്ളൊരു താഴ്ത്തിക്കെട്ടലാണ് ഈ അപകർഷതാബോധം എന്ന് പറയുന്നത്. ഇതൊരു സൈക്കാട്രിക് രോഗമൊന്നല്ല. ഇവിടെ സ്വയം പോരായ്മകള് വളരെ വലുതായി കാണുക. അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് പകരം അതിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുകയും അതിൽ നിന്ന് മറ്റുള്ളവരുമായിട്ട് ഒരു കമ്പാരിസൺ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ അപകർഷതാബോധം ഉള്ളവർ ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെയാണ്, മറ്റുള്ളവർക്ക് ആ ഒരു കഴിവുള്ളത് കൊണ്ട് ഞാൻ മോശക്കാരനാണ് എന്നാണ് അവർ ചിന്തിക്കുക. ഇത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ബോഡി പാർട്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് മൂക്കിന് നീളം കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ കണ്ണ് ചെറുത്, ഫെയർനെസ് ഇല്ല, ഹൈറ്റ് ഇല്ല, വെയിറ്റ് കൂടുതല്, അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. ബോഡി ഷെയ്മിങ് ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണാറുണ്ട്. അപ്പോ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ യുണീക്കാണ്, ഓരോ ആളുകളും യുണീക്കാണ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിലെയും ഒക്കെ ഉള്ള അവയവങ്ങളുടെ ആ ഒരു ഘടന നിശ്ചയിക്കുന്ന ജനറ്റിക്കൽ കപ്പാസിറ്റി, ജീൻസ് എന്ന് പറയുന്നതൊക്കെ എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല. എല്ലാവർക്കും ഓരോരോ ഷേപ്പുകളും പല കാര്യങ്ങളും, കാഴ്ചയിലും മെന്റലായാലും സംസാരത്തിലായാലും എല്ലാം വ്യത്യസ്തരായിരിക്കും. അപ്പോ ഈ ഒരു കമ്പാരിസൺ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നമ്മള് സ്വയം കാര്യങ്ങൾ നോക്കുക. ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാവുന്ന സമയത്ത് ഡിപ്രഷൻ, സോഷ്യൽ ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈറ്റിംഗ് ഡിസോർഡർ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾക്കും ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണമാകുന്നുണ്ട്. ഇനി കുട്ടികളിലാണെങ്കിലോ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. സംസാരം കുറയുന്നു, ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ്, പ്രത്യേകിച്ച് ടീനേജ് കുട്ടികളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഒരു കോംപ്ലക്സ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരില്ല അല്ലെ, അവര് ഫുള്ള് ഭയങ്കര ഷൈ ആയിരിക്കും. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മുടെ ലൈഫിനെ വളരെയധികം നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത്. ഇപ്പോ ജോലി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് ആക്റ്റീവായിട്ടൊന്നും വർക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റാതെ വരും. കപ്പിൾസിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് മൂലം പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കണം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ട്, അപ്പോ ആ ചിന്തകളെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള കുറവുകൾ, അല്ലെങ്കിൽ എന്തിലാണോ നമുക്ക് ആ ഒരു കോംപ്ലക്സ് തോന്നുന്നത്, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അതൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ പരിമിതികൾ സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. ഓരോരോ കാര്യങ്ങളിൽ ചെറിയ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ പക്ഷെ വേറൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിലൊക്കെ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോ അത് ആ രീതിയിൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം,
ആ ഒരു ഇത് മാറാനായിട്ട് അല്ലെങ്കിൽ ഇത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മള് ഇതൊക്കെ ചിലത് നമ്മളെ ബിഹേവിയറിലായിരിക്കും ഈ ഒരു കോംപ്ലക്സ് തോന്നുന്നത്. ഇപ്പൊ ഫിസിക്കലി അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ് കുറവ് അല്ലെങ്കിൽ വണ്ണം കൂടുതൽ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അല്ലെ. പക്ഷെ അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർ അങ്ങനെയൊന്നും നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നൊന്നും ഉണ്ടാവൂല. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ തന്നെ മാറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ സംസാരത്തിലുള്ള എന്തെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക, എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഈ അപകർഷതാബോധം എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറം നമ്മൾ വളർത്തിയെടുക്കരുത്. അതായത് എല്ലാ കാര്യത്തിനും ഈ ഒരു കോംപ്ലക്സ് വെച്ച് നമ്മൾ നടക്കരുത്. അത് അങ്ങനെ ആകുമ്പോൾ അത് വലിയ മാനസിക പ്രശ്നങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാവും. ഇനി ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. കമ്പാരിസൺ ഒഴിവാക്കുക. ഫസ്റ്റത്തെ തന്നെ കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്കുള്ള കഴിവുകളും കഴിവുകേടുകളും അത് നമ്മുടേത് മാത്രമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവും. അതും അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കമ്പയർ ചെയ്യുന്നതിൽ നിന്ന് ഒരർത്ഥമില്ല അല്ലെ. ഇപ്പൊ എനിക്കുള്ള കാര്യമായിരിക്കില്ല, എന്തെങ്കിലും എനിക്കൊരു കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരാൾക്ക് അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ തിരിച്ചു. അപ്പോ അതിനെ നമ്മള് എനിക്കില്ലാത്തത് അതുണ്ടല്ലോ അവർക്കത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് എന്താണ്, നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെ അത് വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. സ്വന്തം കഴിവുകളിൽ അഭിമാനിക്കുക. ആ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യുക. ഇനി നമുക്ക് പോസിറ്റീവായിട്ട് കമ്പയർ ചെയ്ത് അതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആവാം. അതുപോലെ മറ്റൊരാളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ അത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. അതായത് ചില കഴിവുകൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ ജന്മനാ ഉണ്ടാവുന്നതായിരിക്കില്ല. അപ്പൊ അത് കമ്പയർ ചെയ്ത് വെച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്ത് അത് എനിക്ക് ആവണം അല്ലെങ്കിൽ അതുപോലെ ചെയ്യണം എന്ന് വിചാരിക്കാതിരിക്കുക. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. പറ്റാത്ത കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്നുള്ളതാണ്. നമുക്കറിയാലേ, നമുക്കുള്ള കഴിവുകളെ നമുക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവാ, നന്ദി എഴുതിക്കൊണ്ട് അത് പ്രകടിപ്പിക്കുക. അത് എല്ലാത്തിനും നല്ലൊരു മാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ചിന്തകളെ ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോംപ്ലക്സിനെ മറികടക്കുക. അവനതുണ്ട് എനിക്കതില്ല എന്നുള്ള നമുക്ക് മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങളെ നമ്മളിങ്ങനെ ചോദ്യം ചെയ്യുക. നമ്മൾ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്, നമുക്കുള്ള കഴിവുകള് നമ്മൾ ആ രീതിയിൽ ഈ നമ്മളെ ചിന്തകളെ ചാലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴാണോ നമുക്ക് ഈ ഒരു കോംപ്ലക്സ് ഏത് കാര്യത്തിലാണോ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നമ്മള് ചിന്തകളെന്ന് മാറ്റാനായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവില് ആ ചിന്തകളെ നമ്മളൊന്ന് ചാലഞ്ച് ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് കൂടുതലായിട്ട് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്. അപ്പോ അത് അങ്ങനെ ചെയ്യാതെ പറ്റുന്ന സാഹചര്യങ്ങളിൽ അത് മാറ്റിവെക്കാതെ അത് ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ സോഷ്യലായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടാതെ, കാരണം നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്യുന്തോറും നമുക്ക് ആ ഒരു കാര്യം മാറാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അപ്പൊ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ശ്രമിക്കുക.
നമ്മൾ വലിയ പ്രാസംഗികനാവാനോ അതിനൊന്നല്ല പറയുന്നത്. നമുക്ക് അടുത്തിരിക്കുന്ന ഒരാളോട് ജസ്റ്റ് സംസാരിക്കാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള സമയത്ത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ആക്സെപ്റ്റൻസ് ആണ്. അത് എന്താ, സ്വയം നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കോംപ്ലക്സ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവര് കളിയാക്കും എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും. അപ്പൊ അതൊക്കെ മറ്റുള്ളവര് ചെയ്യും, അങ്ങനെ വിചാരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മളുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. മറ്റുള്ളവര് അങ്ങനെയൊന്നും ചിന്തിക്കുന്നേ ഉണ്ടാവൂല. അപ്പൊ നമ്മൾ സ്വയം ആക്സെപ്റ്റ് ചെയ്യുക, സ്വയം അംഗീകരിക്കുക. നമുക്ക് പറ്റും, ഞാൻ ശ്രമിക്കും, എനിക്കതിന് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഇതുണ്ടാവാം. നല്ല എക്സസൈസ് ചെയ്യുക, നല്ല ആളുകളുമായിട്ട് ഇടപഴകി നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് ബുക്സ് വായിക്കുക അതിന് വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന, മോട്ടിവേഷൻ നൽകുന്ന, കൂടുതൽ സമാധാനവും കിട്ടുന്ന ആളുകളുമായിട്ട് കൂടുതൽ നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുക. അതുപോലെ നമുക്ക് കൂടുതൽ ഹാപ്പി ആവുന്ന കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ നമ്മളിലുള്ള കഴിവുകൾ ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ കഴിവുകൾ അംഗീകരിക്കുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അപ്രീസിയേഷൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹലോ, ഹലോ. അപ്പോ ഞാൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനെ കുറിച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർക്ക് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ? അതെ അതെ അതെ. അപ്പോ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം ഞാൻ പറയാം. സ്റ്റോപ്പ് കമ്പാരിസൺ എന്നുള്ളത്. നമുക്ക് അറിയാം കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞത്. അപ്പോൾ സെൽഫ് ലവ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് കമ്പാരിസൺ, കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക. അതുപോലെ ഡോണ്ട് വറി അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നമ്മൾ എന്ത് ചെയ്യുക, അത് അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക. അതുപോലെ allow yourself to make mistakes. അതായത് മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫെയിലിയർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള നമുക്ക് ഒരു ഫിയർ ഉണ്ടാവൂലേ, അത് അപ്പൊ മിസ്റ്റേക്കും ഫെയിലിയറും ഒക്കെ സ്വാഭാവികമായിരിക്കും. നമ്മൾ എല്ലാ ക്ലാസ്സുകൾ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സക്സസ് ആയിക്കൊള്ളണമെന്നൊന്നും ഉണ്ടാവൂല. അപ്പൊ അത് അംഗീകരിക്കുക, അതിനു വേണ്ടി ട്രൈ ചെയ്യുക നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട്. അതുപോലെ ലെറ്റ് ഗോ ഓഫ് ടോക്സിക് പീപ്പിൾ. നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുക. അങ്ങനെയുള്ള ആളുകളെ അവരോട് തീരെ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ കൂടുതൽ ഇടപഴകുന്നത് കുറച്ചും കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളിലേക്ക് മാറ്റാം. അതുപോലെ റിമെമ്പർ യുവർ വാല്യൂ ഡസൻറ്റ് ലൈക്ക് ഇൻ യുവർ ബോഡി ലുക്സ്. അതായത് നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള അപ്പിയറൻസിലോ ഒന്നല്ല കാര്യം, നമ്മളുടെ കഴിവുകള്, നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസ് ആണ്. പേഴ്സണൽ വാല്യൂസ് ആയിട്ടുള്ള ഇന്നർ സ്ട്രെങ്ത്, പൊട്ടൻഷ്യൽ, സ്കില്ല്, ടാലന്റ്,
ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കുക. അതാണ് നമ്മൾ കാഴ്ചയിലുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് പ്രോസസ് യുവർ ഫിയേഴ്സ്. നമ്മുടെ പുരോഗതിനെ തടസ്സപ്പെടുത്തുന്ന മീനിങ്ലെസ് ആയിട്ടുള്ള ഫിയറിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത്. എപ്പോഴും നമുക്ക് ഫിയർ ആയിരിക്കില്ലേ നമുക്ക് മുന്നോട്ട് വരാനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ പേടിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്? നമ്മൾക്ക് ഉള്ള കോംപ്ലക്സ് ഉള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതിനെ മറികടക്കാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിലും പേടിയായിട്ടൊക്കെ തോന്നും. അപ്പൊ അങ്ങനെയായിട്ടുള്ള മീനിങ്ലെസ് ആയിട്ടുള്ള ഫിയേഴ്സിനൊക്കെ നമ്മൾ ഒഴിവാക്കുക. ട്രസ്റ്റ് യുവർ സെൽഫ് ടു മേക്ക് ഗുഡ് ഡിസിഷൻസ് ഫോർ യുവർ സെൽഫ്. അതായത് സ്വയം വിശ്വസിക്കുക, കഴിവുകളെ മനസ്സിലാക്കി വേണ്ട തീരുമാനങ്ങൾ വേണ്ട സമയത്ത് എടുക്കാനായിട്ട് കഴിയണം. അതിന് നമ്മൾക്ക് സെൽഫ് ട്രസ്റ്റ് ഉണ്ടാവണം എന്നുള്ളത്. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ സ്വന്തം കാര്യത്തിനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. അതുപോലെ തന്നെ ബി കൈൻഡ് യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ കൈൻഡ്നെസ് ഉണ്ടാവുന്നവരായിരിക്കുക. വീക്ക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സ്വയം മറന്ന് നമ്മുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, സൂയിസൈഡ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതൊന്നും ഒരു പരിഹാരമല്ല എന്നുള്ളത്. അതായത് നമുക്ക് സെൽഫ് കെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഹാപ്പിനെസ് മാത്രമല്ല ഉണ്ടാവുക, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇത് രണ്ടും ഫുള്ളി ഫീൽ ചെയ്യുക. പലപ്പോഴും നമുക്ക് ഫെയിലിയർ ഉണ്ടാവുമ്പോഴായിരിക്കും അല്ലേ കൂടുതൽ അതിൽ നിന്ന് ഒരു അത് എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് പല ആളുകളെ നമുക്ക് ചുറ്റുള്ള ആളുകളെ മനസ്സിലാക്കി മുന്നോട്ട് കുറച്ചും കൂടെ സക്സസ്സിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറെ ആളുകളുടെ ലൈഫ് ഒരു സക്സസ് നല്ല ഡൗൺ ആയിട്ടുള്ള ഒരു സമയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്നിട്ട് അവർ ചെയ്യുന്ന ആക്ഷനിൽ നിന്ന് നല്ലൊരു സക്സസ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ആ ഒരു വീക്ക് പോയിന്റിലായിരിക്കും ചിലപ്പോൾ പലരുടെയും പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്, അവരുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ആരും സഹായിക്കാനില്ലാത്ത ഒരു സമയം. അപ്പോ അവർക്ക് ഒരു സ്വയം ഒരു തോന്നല് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവര് അതിൽ നിന്നൊക്കെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മറികടന്ന് അവരുടെ എഫേർട്ട് എടുത്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാറുണ്ട്. അപ്പോ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മള് ഓവർകം ചെയ്യാനായിട്ട് കൂടുതലും സെൽഫ് ലവ് അതുപോലെ തന്നെ കമ്പാരിസൺ ഒക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്കത് സാധിക്കും. കോംപ്ലക്സ് ഉള്ള ആരെങ്കിലൊക്കെ ഇതിലുണ്ടാ, അതുപോലെ മുമ്പ് ഉണ്ടായിട്ട് അത് മാറ്റിക്കൊണ്ടുവന്നവരോ അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്യാം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട്. നല്ല സെഷനായിരുന്നു മാം. സജന മാം എൻ്റെ പേര് പറഞ്ഞിരുന്നു, ഞാൻ പുറത്താണെന്ന് സൺഡേ ആയത് കാരണം. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യേശുദാസിനെ പോലെ എനിക്ക് പാടാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോംപ്ലക്സ് അടിക്കുന്നതിൽ കാരണമല്ല. കാരണം യേശുദാസിന് ജന്മനാ കിട്ടിയ കഴിവും ആളുടെ ഒരു എഫേർട്ടുമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പാട്ടുകാരുടെ ഇടയിൽ യേശുദാസ് നല്ലൊരു സിംഗറാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലാണോ ജോലി വർക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ ബെസ്റ്റ് ആവുക. അപ്പോൾ അതിന് നമ്മുടെ കോമ്പറ്റൻസിയും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ തോന്നും യേശുദാസ് പാട്ടുകാരുടെ ബെസ്റ്റാണ്, എൻ്റെ ഫീൽഡിൽ ഞാൻ ബെസ്റ്റാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ കോംപ്ലക്സ് നല്ലതാണ്. നമ്മളെല്ലാം തികഞ്ഞു സെൽഫ് ലവ് കൂടി 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 നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് ചലഞ്ചസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു ഇനിയും, അപ്പം നമ്മൾ മടിയന്മാരായി ഒന്നും ചെയ്യാത്തവരായിട്ട് മാറും.
എനിക്ക് പണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഒരു കുറേ മുമ്പായിട്ട്, ഒരു 10-15 വർഷം മുമ്പുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ തന്നെ പഠിച്ചെടുത്ത് ഇപ്പം മോശമില്ലാതെ സംസാരിക്കും. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സ്കിൽസ് ആണെങ്കിലും കോമ്പറ്റൻസി ആണെങ്കിലും എന്താണെങ്കിലും മരിക്കോളം പഠിക്കണം എന്നാണല്ലോ. പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ കോംപ്ലക്സ് എല്ലാം താനങ്ങനെ അവിടെ നിന്നോളും. എന്തായാലും പെട്ടെന്ന് സെഷൻ എടുത്ത ഷെജില മാം അടിപൊളിയാക്കി. താങ്ക് യു. താങ്ക് യു. ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് ആ ഒരു കോംപ്ലക്സ്, അതായത് വല്ലാണ്ട് ഇതല്ല, ഓവർ ആവാനും പാടില്ല. അത് നല്ലതാണ്. അതായത് നമുക്ക് റെസ്പെക്ട് ചെയ്യല്, അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തായാലും നമുക്ക് ഈ ഒരു നമ്മളുടെ പരിമിതികളെ മനസ്സിലാക്കുന്നതിലും ഒക്കെ നമുക്ക് ആ ഒരു ചെറുതായിട്ട് നോർമലായിട്ട് നമുക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതില് പെട്ടതാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെൽഫ് ലവ്, സെൽഫ് കോൺഫിഡൻസ് ഓവർ ആയി കഴിഞ്ഞാൽ, ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയുമല്ലോ, അത് അങ്ങനെ ആയിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് തെറ്റോ ശരിയോ എന്നൊന്നും നമ്മൾ നോക്കാതെ നമുക്ക് പല കഴിവുകളും പല സക്സസ് ഒക്കെ ഉണ്ടാവുന്നവരായിരിക്കും. അപ്പോൾ അത് കൂടുമ്പോ മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ഒരു സ്വഭാവം കൂടി നമ്മളിൽ വന്നു ചേരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയാണ്, നല്ലൊരു പോയിന്റ് ആയിരുന്നു പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ യേശുദാസിന്റെ പോലെ പാടണം എന്നുള്ളത്, അത് അവരുടെ അവർ തെളിയിച്ചതാണല്ലേ. അതിനെ നമുക്ക് പാട്ട് പഠിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതുപോലെ ആവണം, അല്ലെങ്കിൽ എൻ്റെ ഒരു റോൾ മോഡൽ ആണെന്ന് പറഞ്ഞിട്ട് ഈ പാട്ടായാലും എന്തായാലും ഇങ്ങനെ പഠനം നിൽക്കുന്നില്ലല്ലോ അല്ലെ. നമ്മ പഠിക്കുന്തോറും കൂടുതൽ കൂടുതൽ ഉണ്ടാവും പഠിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എനിക്കുള്ള ഒരു കഴിവ് മെച്ചപ്പെടുത്താനായിട്ട് നല്ലൊരു മ്യൂസിഷ്യന്റെ അടുത്ത് പോയിട്ട് അത് പഠിക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം. അതേപോലെ ആവണം എന്നുള്ളത് ചിലപ്പോൾ നടക്കുന്ന കാര്യമായിരിക്കൂല. താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട് ട്ടോ ഷെജില മാം. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കോഴിക്കോട് പോകേണ്ട ഒരാവശ്യമുണ്ട്. അപ്പൊ 6:30 ആകുമ്പോഴത്തേക്കെങ്കിലും ഇറങ്ങാന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് മാമിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ക്ലാസ്സും എടുക്കണമല്ലോ. മാമിനെ കണക്ട് ചെയ്യാനും പറ്റണില്ല. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു ഷെജില മാം ഹാൻഡിൽ ചെയ്ത കാരണം കൊണ്ട് തന്നെ. ഞാൻ കേൾക്കുന്നുണ്ട്, എന്നാലും കുറെ കാര്യങ്ങൾ എനിക്ക് മൂവ് ആക്കാൻ പറ്റി. താങ്ക്സ് ഉണ്ട് ട്ടോ എന്തായാലും. താങ്ക് യു. ഞാനും നോക്കിയിട്ടുണ്ടായില്ല. ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്തപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വന്ന ഉടനെ തോന്നുന്നുണ്ട് സജന മാം പേര് വിളിച്ചിട്ട് ഞാൻ എന്താണാവോന്ന് ഓർത്തു. താങ്ക് യു. എനിക്ക് മാമിനെ കണക്ട് ചെയ്യാൻ പറ്റാണ്ടായപ്പോ തൊട്ട് തുടങ്ങി ടെൻഷൻ. കാരണം എനിക്കിങ്ങനെ പോകേണ്ട കാരണം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മക്കളെ സ്കൂളിൽ പോകുമ്പോഴത്തേനും അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടേ. അപ്പൊ അത് കാരണം കൊണ്ട് ആകെ ടെൻഷനായി. എന്തായാലും കുഴപ്പമില്ലാണ്ട് നടന്നല്ല. താങ്ക്സ് ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാല്ലേ? എല്ലാവർക്കും താങ്ക് യു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് പ്രിപ്പയർ ആവാത്തത് കൊണ്ട് തന്നെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. നല്ല ക്ലാസ് ആയിരുന്നു മാം. പെട്ടെന്ന് എടുത്തതാണെങ്കിലും നല്ല ടോപ്പിക് ആയിരുന്നു. പിന്നെ കുറെയൊക്കെ നമ്മളെന്നും റിമൈൻഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക് കൂടെ ആയിട്ട് കേട്ടിരിക്കാനും അതിൻ്റെ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിപ്പോ എത്ര ക്ലാസ് എടുത്താലും മതിയാവാത്തൊരു ടോപ്പിക് ആയിട്ട് തോന്നി, ഇൻഫിനിറ്റി കോംപ്ലക്സ് എന്നുള്ളത്. അപ്പോ അതന്നെ ഒരു പിന്നെ ക്ലാസ് ഏറ്റെടുത്തതിനും നമ്മളെ എല്ലാത്തിനും താങ്ക്സ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.